കേരളത്തിലെ പ്രശസ്തമായ ഒട്ടുമിക്ക നാടക ട്രൂപ്പുകളുമായി ജോൺ സഹകരിച്ചു. ചെറുതും വലുതുമായ ഒട്ടനവധി കഥാപാത്രങ്ങൾക്ക് ജീവൻ നൽകി. പേരും പ്രശസ്തിയും നേടാനായെങ്കിലും കലാകാരന് ദാരിദ്ര്യമായിരുന്നു മിച്ചം. ചില സമിതികളിൽ മോഹിച്ച വേഷം കിട്ടാതെ വന്നത് തിരിച്ചടിയുമായി. സ്വന്തമായി ഒരു നാടക ട്രൂപ്പ് എന്ന ആശയം ഉദിക്കുന്നത് അപ്പോഴാണ്. ആ ചിന്തയിൽ നിന്ന് വൈക്കം മാളവികയുടെ ഉദയമായി. പ്രൊഫഷണൽ നാടകവേദിയിൽ ഞാൻ ചെന്ന സമിതികളിലൊക്കെ അവരുടെ പെരുമാറ്റങ്ങളും അതുമെല്ലാം ബുദ്ധിമുട്ട് വന്നപ്പോഴത്തേക്ക് ആണ് തോന്നിയത് സ്വന്തമായിട്ടൊരു സമിതി തുടങ്ങണമെന്നുള്ളത്. അതിനെ പ്രേരണ നൽകിയ 2-3 പേരുണ്ടായിരുന്നു. JC കുറ്റിക്കാട്, തലവടി പാപ്പച്ചൻ. അതുകൊണ്ടാണ് സ്വന്തമായിട്ട് ഇങ്ങനെ മാളവിക തുടങ്ങാൻ കാര്യം. രാഷ്ട്രീയ രംഗത്തു നിന്നും നാടക രംഗത്തു നിന്നും ഒരുപാട് എതിർപ്പുകളുണ്ടായി. ഞാൻ വിളിച്ചു നിർത്തിയ നടനെയും നടിയെല്ലാം ഇവർ ചൂണ്ടിക്കൊണ്ടു പോയിട്ടുണ്ട്. അതേത് സമിതിയാണെന്ന് ഞാനിപ്പോൾ പറയുന്നില്ല. അവരാരും ജീവിച്ചിരിപ്പുമില്ല. നാടക സമിതിയുടെ സെക്രട്ടറിമാർ നാടക നടന്മാരെയും നടികളോടൊക്കെ ചെയ്യുന്ന ക്രൂരകൃത്യം അതിഭയങ്കരമായിരുന്നു. അത് സഹിച്ചുകൊണ്ട് സമിതി നിൽക്കാൻ സാധിക്കാത്തത് കൊണ്ടാണ് ഞാൻ ആദ്യം പുറത്തിയാടിയത്. ഒരു പ്രത്യേക ആഹാരം കൊണ്ടുവരികയാണെങ്കിൽ അത് ഏറ്റവും നല്ല നടനും നടിക്കും മാറ്റിവയ്ക്കും. അതുപോലെ തന്നെ നാടകത്തിന് കൊടുക്കുന്ന പ്രതിഫലം പല സൈസിലായിരിക്കും. നായകന് നല്ലൊരു തുകയായിരിക്കും, നായികയ്ക്കും തുകയുണ്ട്. മറ്റ് നടന്മാർക്കും നടികൾക്കൊക്കെ 25 രൂപയും 15 രൂപയും 10 രൂപയൊക്കെയാണ്. ഞാൻ പേരെടുത്ത് പറയുന്നില്ല. എല്ലാം മിക്കവരും ആൾക്കാരും ആർട്ടിസ്റ്റുകളോടുള്ള പെരുമാറ്റം വളരെ മോശമായിരുന്നുള്ള അഭിപ്രായക്കാരനാണ് ഞാൻ. അത് അന്നും അതെ ഇന്നും അതെ. പരാജയമായിരുന്നു. അപ്പോൾ മനസ്സിൽ തോന്നി വേണ്ടായിരുന്നു എന്ന് തോന്നിയത്. ഏതായാലും ഒരു ശ്രമം കൂടെ ചെയ്യാമെന്ന് വെച്ച് പിറ്റേ വർഷവും നാടകം ഇറക്കി. അതും പരാജയമായിരുന്നു. അതിൻ്റെ പിറ്റേ വർഷം 4 വർഷം തുടർച്ചയായിട്ട് പരാജയമായിരുന്നു. പലരും ഉപയോഗിച്ച് നിർത്തുന്നുള്ള ഞാൻ അതൊന്നും അവഗണിക്കാതെ 5ാമത് നാടകം ഇറക്കി. സുന്ദരം കല്ലായിയുടെ അംഗം നാടകം. അതന്നത്തെ ആ കാലത്ത് 150 നാടകത്തോളം ഓടി, ഉത്സവപ്പറമ്പിലൊക്കെ ആയിട്ട്. പിന്നെ അങ്ങോട്ടുള്ള നാടകങ്ങൾ അംഗം സിന്ധു എന്ന കാദംബരി, രായസൂയം, അമ്മയോപ്പ്, നല്ല വിജയമായിരുന്ന നാടകങ്ങളെല്ലാം. ആ കാലഘട്ടത്തിൽ ഏറ്റവും കുറഞ്ഞ 1 ലക്ഷം രൂപയെങ്കിലും വേണം ഒരു നാടകം ഇറക്കണമെങ്കിൽ. 1 ലക്ഷം രൂപ പിന്നെ തിരിച്ചു പിടിക്കണം. നാടകം കളിച്ചിട്ട് വേണം തിരിച്ചു പിടിക്കാൻ. അത് പലപ്പോഴായിട്ടല്ലേ കിട്ടുന്നത്. നാടകം അഭിനയിച്ചുകൊണ്ടിരുന്ന സമയത്ത് ഒരുപാട് ബാധ്യതകളുണ്ടാക്കി. ആ ബാധ്യതകൾ തീർക്കാനുള്ള ശ്രമമായിരുന്നു. സീസൺ തുടങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് നാടകം നടത്തുന്ന ആൾക്ക് ഉറങ്ങാനോ ഉണ്ണാനോ സാധിക്കുകയില്ല. നാടകം കഴിഞ്ഞ് വെളുപ്പിനെ വന്നു കഴിഞ്ഞാൽ ഒന്ന് ഉറങ്ങാൻ കിടക്കുമ്പോഴത്തേക്കാണ് നാടകം ബുക്ക് ചെയ്യാനുള്ള ആൾക്കാർ വരും. അല്ലെങ്കിൽ എന്തെങ്കിലും പ്രശ്നം വരും, വണ്ടിക്ക് എന്തെങ്കിലും പ്രശ്നമായിട്ട് വരും. ഊണും ഉറക്കമില്ലാതുള്ള ഒരു ത്യാഗമാണ് നാടകവേദിക്ക് വേണ്ടി ചെയ്യുന്നത്. നാടകവേദിയിലെ നക്ഷത്രത്തിളക്കമായിരുന്നു ജോൺ. അതും വലിയൊരു കാലം. അഭിനേതാവിന്റെ കുപ്പായം ഏറ്റവും ഇഷ്ടത്തോടെ അണിഞ്ഞു നടന്ന കാലത്ത് തോളിൽ ചുമന്നത് പ്രാരാബ്ധപ്പെട്ടിയാണ്.
ആയിരങ്ങളുടെ സ്നേഹാദരങ്ങൾ നേടാൻ ഭാഗ്യമുണ്ടായെങ്കിലും അരങ്ങൊഴിഞ്ഞു നിൽക്കുന്ന ഇക്കാലത്ത് അനുഭവിക്കേണ്ടി വരുന്നത് അവഗണനയാണ്. തന്റെ സംഭാവനകളെ കലാകേരളം വിസ്മരിക്കുന്നതിലും കൂടെ പ്രവർത്തിച്ചവർ പോലും ഇന്ന് തന്നെ ഓർക്കാതെ പോകുന്നതിലും ജോണിന് സങ്കടമുണ്ട്. നാടകരംഗത്തേക്ക് വന്നപ്പോൾ മുതൽ കുറഞ്ഞ ശമ്പളക്കാരനാണ് ഞാൻ. 25 രൂപയാണ് കൊല്ലത്തുനിന്ന് വൈക്കത്തേക്ക് പോകുന്നത്. നാടകത്തിൻ്റെ പ്രതിഫലം 25 രൂപയാണ്. അതിൽ ശാപ്പാടും കഴിഞ്ഞ് വണ്ടിക്കൂലിയും കഴിഞ്ഞ് പോകുന്ന കഴിഞ്ഞാൽ 5 രൂപ മിച്ചം കാണും. തിരിച്ചതുപോലെ കൊല്ലത്തെത്തുകയും വേണം. ചിലപ്പോൾ ഒരാഴ്ച കഴിഞ്ഞായിരിക്കും നാടകം, ഇല്ലെങ്കിൽ 2 ദിവസം കഴിഞ്ഞായിരിക്കും നാടകം, ചിലപ്പോൾ പിറ്റേ ദിവസമായിരിക്കും നാടകം. അത് അവിടെ പോകണമെങ്കിൽ തന്നെ പിന്നെ ഇവിടുന്ന് കടം വാങ്ങിച്ചുകൊണ്ട് വേണം പോകാനായിട്ട്. എനിക്ക് നാടകവേദിയെക്കുറിച്ച് പറയാനുള്ളത്, ഞാൻ തിരിഞ്ഞു നോക്കുമ്പോൾ എനിക്ക് പറയാനുള്ളത് ദുഃഖമാണ്. കാരണം ജീവിച്ചിരിക്കുന്ന കാലത്ത്, അല്ലെങ്കിൽ നാടകം അഭിനയിച്ചുകൊണ്ടിരിക്കുന്ന കാലത്ത് ആരാധകരും ഇഷ്ടം പോലെയാണ്. നാടകരംഗത്തൊന്നും നമുക്കൊരബദ്ധം പറ്റി, ഒരു അപകടം പറ്റി നമ്മൾ ആശുപത്രിയിലേക്ക് ആയാൽ പിന്നെ തിരിഞ്ഞു പോലും നോക്കാൻ തയ്യാറാകാത്തവരാണ് നാടകക്കാർ. ഒരുപാട് അനുഭവങ്ങൾ എനിക്കുണ്ടായിട്ടുണ്ട്.